ചെയ്യാൻ പോകുന്നത് ഇതേമാതിരത്തെ ഫ്ലവർ ബാസ്ക്കറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയൊക്കെ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഇതേമാതിരത്തെ A4 പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ തന്നെ സമചതുരത്തിൽ തന്നെ കോണിലൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ആദ്യം ഇതേമാതിരി നമ്മൾ കോണിൽ മടക്കി കൊടുത്തിട്ട് ഈ ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഇതേമാതിരി ഒന്ന് മടക്കി കൊടുക്കാം. കോളിലെ വീണ്ടും നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതേമാതിരി വെച്ചിട്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അപ്പോൾ ആ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ ആ ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. നമ്മൾ ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാതിരി കിട്ടും. എന്നിട്ട് ഇതൊന്നിൻ്റെ ഈ ഒരു ഭാഗം അങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. നന്നായി പ്രസ് ചെയ്യണം കേട്ടോ. ഈ മധ്യ നമ്മൾ നന്നായി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ തുറന്നു നോക്കാം. നമുക്ക് ഇതേമാതിരി കിട്ടും. ഒരു ആകൃതി വന്നിട്ടുണ്ടാവും കേട്ടോ. മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു ആകൃതിൻ്റെ അതുവരെ ഒന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇതേമാതിരി കുറച്ചൊന്ന് മുറിച്ച് കൊടുത്തിട്ട് എല്ലാതും ഇതേമാതിരി ഒന്ന് കുറച്ച് മുറിച്ചിട്ട് വരാം. ഇത് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏത് കുഞ്ഞു മക്കൾക്കും ചെയ്യണം. ഞാൻ നേരത്തെ കൂടെ പറഞ്ഞ മാതിരി തന്നെയാണ്. നമ്മളെല്ലാം അതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കാലാക്കിപ്പുറത്ത് എന്നിട്ട് ഇതിനൊന്ന് പൊടിച്ചിട്ട് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ ഒന്നിനും അങ്ങനെ വെച്ച് ഗ്ലൂ തേച്ചിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ട് വരാം. ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ അയച്ചിട്ട് നമുക്ക് ഇനി ഇതാക്കി ഉൾഭാഗത്ത് ആട്ടോ ഗ്ലൂ തേച്ചിട്ടുണ്ട്. ഇതേമാതിരി ഉൾഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് ഇതേമാതിരി വെച്ചിട്ട് ഇതേമാതിരി ഒന്നിൻ്റെ മേലെ ഒന്ന് അപ്പോൾ ഇതേമാതിരി കിട്ടും. ഇതേമാതിരി അപ്പോൾ നമുക്ക് ഇതേമാതിരി ഒന്ന് കിട്ടും കേട്ടോ. ഇതേമാതിരി നമുക്ക് എല്ലാം ഒന്നിൻ്റെ മേലെ ഒന്ന് പൊട്ടിച്ചിട്ട് വരാം.
ഇതേമാതിരി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ കുരുത്ത റെഡിയായി. നമുക്കതിൻ്റെ ഈ ഒരു പിടുത്ത റെഡിയാക്കാം കേട്ടോ. അതിനായിട്ടാണ് ബ്ലൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് വീതിയാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു സെന്റിമീറ്ററുടെ അളവിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ അതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉണങ്ങുമ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കണം കേട്ടോ. മതി കട്ട് ചെയ്തെടുക്കും. അത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കത് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനുള്ള ഫ്ലവർ റെഡിയാക്കാം. അതിന് തന്നെ നമുക്ക് ഇതിനൊരു സമചതുരം നേരത്തെ നമ്മൾ ഈ ബാസ്ക്കറ്റ് ചെയ്ത മാതിരി തന്നെ സമചതുരം ചെയ്തെടുക്കണം. ഇങ്ങനത്തെ ഒരു 6 കേട്ടോ. അങ്ങനത്തത് ഈ ഒരു കളർ 3, ഓറഞ്ച് കളർ 3 ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാവുന്നതാണ്. നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓറഞ്ച് കളർ 3 ആയിട്ടുണ്ട്. ഈ മറ്റേ കളർ നമുക്ക് 3 ആക്കി എടുക്കുക. ഇതാ കൂടെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പിക്സാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേമാതിരത്തെ കുറച്ച് പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൂ 3, ഓറഞ്ച് 3 എടുത്തിട്ടുള്ളത്. നമുക്കിതൊക്കെ നമ്മൾ നേരത്തെ ആ കാട്ടിയ മാതിരി തന്നെ നമുക്കിതൊന്ന് നന്നായി മടക്കി കൊടുക്കാം. ഇതേമാതിരി കോണാക്കിയിട്ടുണ്ട്. വീണ്ടും കുത്തുണ്ടാക്കിയ മാതിരി തന്നെ വീണ്ടും ഒന്ന് മടക്കിയിട്ട് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഞങ്ങളിതൊന്ന് കട്ട് ചെയ്തെടുത്ത് വരാം. നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേമാതിരത്തെ പൊട്ടിയിട്ടുണ്ട്. പല ഷേപ്പും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പൂക്കളെ നമുക്ക് വേറെ വേറെ ഷേപ്പ് ആയിരിക്കാം ഉണ്ടാക്കിയെടുക്കുക. വീണ്ടും അതുമാതിരി ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് പണി
ഒന്ന് ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് ഒരു പേപ്പർ എടുത്തിട്ട് സെയിം ഇതിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. നാമത്തിൽ കട്ട് ചെയ്തെടുക്കാം. ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി നമ്മുടെ എല്ലാ പീസും നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. പലതും പല രീതിയിലാണ് കേട്ടോ. അതേമാതിരി ഞാൻ അടുത്തത് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ഒപ്പം മടക്കിയിട്ട് ഒപ്പം വെച്ച് നോക്കാം കേട്ടോ. നമുക്ക് കോട മടക്കിയിട്ട് ഇങ്ങനെ നമുക്ക് തന്നെ മുറിച്ചെടുക്കാം. ഇതേമാതിരി നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതേമാതിരി കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 6 ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതേമാതിരി ഒരു പൂ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ കൊട്ടൊക്കെ ചെയ്തെടുത്ത സെയിം ഇതിൽ തന്നെ ഇതേമാതിരി തന്നെ വെക്കണം. എന്നിട്ട് ഇവിടെ തന്നെ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇതുപോലെ കുഞ്ഞ് പൂവായി കിട്ടും കേട്ടോ. നമുക്ക് ഇതേമാതിരി എല്ലാം ചെയ്തെടുത്തിട്ട് വരാം. നമുക്കെല്ലാം ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഒന്നാം കൂടിയിട്ടിട്ട് അതുകൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അതേമാതിരി കുറേ പൂക്കൾ കിട്ടിയിട്ടാണ്. അതേമാതിരി കുറേ പൂക്കൾ റെഡി ആയിട്ടില്ലേ. നമുക്ക് ഇതിനെ ഫില്ല് ഒട്ടിച്ച് വെക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഇടതെടുത്തിട്ട് ഇതിൻ്റെ ഈ ഉള്ളിലായിട്ടാണ് നമുക്കിത് വേണ്ടത്. നമുക്ക് ഉള്ളി 2 സൈഡിലാണ് ഒട്ടിച്ച് വെക്കുക.
അത്രയും മതി, നമുക്കൊരു കുട്ട റെഡിയാവും കേട്ടോ. നമുക്ക് വേറെ ഡിസൈനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ ഇതും അതിനാണ് നമ്മൾ ഇതേപോലത്തെ കുറേ പൂക്കൾ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ ഗ്ലൂ തേക്കുക. നമ്മൾ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഒരു തരം ഇതിൻ്റെ വെച്ചിട്ടുണ്ട്. 5 എണ്ണാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അതേമാതിരി ഇങ്ങോട്ട് വന്ന് വരുമ്പോഴത്തേന് നമുക്ക് പല ആകൃതിയും, ഞാൻ ഇപ്പോൾ ലോ ഷേപ്പാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതേമാതിരി ഒരു പീസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നാണ് മടക്കി കൊടുത്തിട്ട് ലവിൻ്റെ ആകൃതിയിലൊന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ലവ്, കുഞ്ഞു ലവ്, ഇങ്ങനത്തെ നമുക്ക് ഇതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് വരയ്ക്കാം. എന്താണ് ത്രികോണത്തിൻ്റെ മറ്റൊരു ഷേപ്പിലാണെങ്കിൽ അതിൽ വരയ്ക്കാം. ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ വരയ്ക്കാം. നമ്മൾ നേരത്തെ കുറച്ചധികം ബ്ലൗസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഈ ഒന്ന് അധികം വന്ന് കുറച്ചും കൂടി പീസസ് ലോവിൻ്റെ ആകൃതിയിലുള്ളത് സെയിം ടു സെയിം തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പശ അയച്ച ഭാഗത്ത് ഒട്ടിച്ച ഭാഗം അങ്ങനെ ടേപ്പ് ചെയ്ത് വരച്ചെടുക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് പിന്നെ അങ്ങനെ രണ്ടെണ്ണം വീതം മുറിച്ചിട്ട് നമുക്ക് കുറേ ലോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഒട്ടിച്ചിട്ട് വരാം കേട്ടോ.
ആദ്യമേ ചെയ്തു. കൊട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കൊട്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.